ഇൻ, ഓൺ, അറ്റ്, ഓഫ്, ഫ്രം. ഇതിനൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു പേരുണ്ട്, പ്രെപ്പോസിഷൻസ് അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രെപ്പോസിഷൻസിനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ ചില പ്രെപ്പോസിഷൻസ് ചില വേർബിനോട് ചേർന്നിട്ടാണ് വരിക. ചില വേർബിന് അത്തരം പ്രെപ്പോസിഷൻസ് മാത്രമേ യോജിക്കുകയുള്ളൂ. ആ വേർബിൻ്റെ ഒപ്പം ആ ഒരു പ്രെപ്പോസിഷൻ മാത്രം. അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രെപ്പോസിഷൻസും ചില വേർബ്സിന് യോജിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ചില വേർബ്സിനോട് ചേർന്ന് വരുന്ന പ്രെപ്പോസിഷൻസാണ്. ചില വേർബ്സിനോട് ഡിഫറെൻറ്റ് പ്രെപ്പോസിഷൻസ് യോജിക്കും. അപ്പോൾ ചില വേർബ്സിനോട് ഏത് പ്രെപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇന്ന് ഓഫ്, എബൌട്ട്, ഫ്രം, ഫോർ, ഇൻ, ഓൺ, ടു, അറ്റ് ഇതൊക്കെ നമ്മളിന്ന് പഠിക്കും. ഏതൊക്കെ വേർബ്സിനോട് കൂടി ചേർന്നിട്ടാണ് ഇത്തരം പ്രെപ്പോസിഷൻസ് വരുന്നത് എന്നും നമ്മൾ പഠിക്കും. ആദ്യം നമുക്ക് ഓഫ് എന്ന പ്രെപ്പോസിഷൻ നോക്കാം. ഓഫ് എന്ന പ്രെപ്പോസിഷൻ ചേർന്ന് വരുന്ന ഒരു വേർബ് ആണ് സസ്പെക്റ്റ്. സസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ സംശയിക്കുക. സസ്പെക്റ്റ് ഓഫ് എന്ന ഒരു കോമ്പിനേഷനിലാണ് അത് വരുന്നത്. ഹി വാസ് സസ്പെക്റ്റഡ് ഓഫ് കില്ലിംഗ് ഹിസ് നൈബർ. ഹി വാസ് സസ്പെക്റ്റഡ് ഓഫ് കില്ലിംഗ് ഹിസ് നൈബർ. അയാളുടെ അയൽക്കാരനെ കൊന്നു എന്നതിന് അയാളെ സംശയിച്ചിരുന്നു. അയാളെ സംശയിച്ചു. അപ്പോൾ സസ്പെക്റ്റ് ഓഫ് കില്ലിംഗ് എന്നാണ് അവിടെ ഉപയോഗിച്ചത്. സസ്പെക്റ്റിൻ്റെ കൂടെ ഓഫ് ചേർന്ന് വന്നു. ഇനി അടുത്തത് അക്യൂസ് ഓഫ്. അക്യൂസ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക. അവിടെയും നമുക്ക് ഓഫ് എന്ന ഒരു പ്രെപ്പോസിഷൻ ചേർത്ത് ഉപയോഗിക്കാം. ഷീ അക്യൂസ്ഡ് ഹിം ഓഫ് സ്റ്റീലിംഗ് സം മണി. കുറച്ച് പൈസ മോഷ്ടിച്ചു എന്ന് അവൾ അവനെ കുറ്റപ്പെടുത്തി. അക്യൂസ്ഡ് ഓഫ് സ്റ്റീലിംഗ്. നെക്സ്റ്റ് വൺ റിമൈൻഡ് ഓഫ്. റിമൈൻഡ് ഓഫ് മീൻസ് നമ്മൾ ഓർമ്മിപ്പിക്കുക. ഹീ റിമൈൻഡ്സ് മീ ഓഫ് ഹിസ് ബ്രദർ. ദേ ലുക്ക് എക്സാക്ട്ലി ദ സെയിം. ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് അയാളുടെ ബ്രദറിനെ ഓർമ്മ വരും അല്ലേ? കാരണം ഒരേപോലെ ഒരേ ഫേസും എല്ലാമായിട്ടിരിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നും. അപ്പോൾ ഹീ റിമൈൻഡ്സ് മീ ഓഫ് ഹിസ് ബ്രദർ. ദേ ലുക്ക് എക്സാക്ട്ലി ദ സെയിം. റിമൈൻഡ് ഓഫ് ആണ് അവിടെ ഉപയോഗിച്ചത്. ടേക്ക് കെയർ ഓഫ്. ടേക്ക് കെയർ ഓഫ് എന്ന് പറഞ്ഞാൽ ലുക്ക് ആഫ്റ്റർ, ശ്രദ്ധ ചെലുത്തുക എന്ന ഒരു മീനിങ് ആണ്. ശ്രദ്ധിക്കുക, ശ്രദ്ധ ചെലുത്തുക. ക്യാൻ യു ടേക്ക് കെയർ ഓഫ് യുവർ ലിറ്റിൽ സിസ്റ്റർ? നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ സഹോദരിയെ ഒന്ന് നോക്കാൻ പറ്റുമോ എന്നാണ്. ക്യാൻ യു ടേക്ക് കെയർ ഓഫ്. അവിടെ ശ്രദ്ധ ചെലുത്തുക എന്ന ഒരു മീനിങ് ആണ്. ടേക്ക് കെയർ, അതിൻ്റെ കൂടെ ഓഫ് എന്ന പ്രെപ്പോസിഷൻ ഉപയോഗിച്ചു. ഇനി നമുക്ക് ഒരു 3 സ്പെഷ്യൽ വേർബ്സ് നോക്കാം. ഹിയർ. ഹിയർ ഓഫ് എന്നുപയോഗിക്കും. പക്ഷേ ഹിയറിൻ്റെ ഒപ്പം എബൌട്ട് ഉപയോഗിക്കാറുണ്ട്. ഹിയർ ഓഫ് ആൻഡ് ഹിയർ എബൌട്ട് എന്നതിൻ്റെ ഡിഫറൻസ് എന്താണ് എന്ന് നമുക്ക് പിന്നീട് നോക്കാം. അതുപോലെ തന്നെ ഡ്രീം. ഡ്രീം ഓഫ് ഉപയോഗിക്കും, ഡ്രീം എബൌട്ട് ഉപയോഗിക്കും. പിന്നെ തിങ്ക് ഓഫ്, തിങ്ക് എബൌട്ട് എന്നും ഉപയോഗിക്കാറുണ്ട്. ആദ്യം നമുക്ക് ഓഫ് എന്നുള്ള പ്രെപ്പോസിഷൻ നോക്കാം. ഹിയർ ഓഫ്. ഹിയർ ഓഫ് എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ലേ? ഹാവ് യു ഹേർഡ് അബൌട്ട് ഇൻവേർഷൻ? ഇൻവേർഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ഹേർഡ് ഓഫ്. അതുപോലെ തന്നെയാണ് ഡ്രീം ഓഫ്. നമ്മൾ പലപ്പോഴും ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ ഭാവിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രീം ചെയ്യും. ഹി ഡ്രീംസ് ഓഫ് ബിക്കമിങ് എ റോക്ക് സ്റ്റാർ. അവൻ ഒരു റോക്ക് സ്റ്റാർ ആകുന്നതിനെ പറ്റി ഡ്രീം ചെയ്യാറുണ്ട്. വല്ലാത്ത ഒരു ഡിസയർ തോന്നുന്നു എന്നാണ്. ഇനി നമുക്ക് ഈ 3 വാക്കുകളുടെ കൂടെ ഹിയർ, ഡ്രീം, തിങ്ക് ഇതിൻ്റെ കൂടെ എബൌട്ട് എന്ന പ്രെപ്പോസിഷനും നമുക്ക് ഉപയോഗിക്കാം. ഹിയർ ഓഫ് നമ്മൾ മനസ്സിലാക്കി. ഹിയർ എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് കുറച്ച് ഡിഫറൻ്റ് ആണ്. ഹാവ് യു ഹേർഡ് ഓഫ് ബരാക്ക് ഒബാമ എന്ന് ചോദിച്ചാൽ ബരാക്ക് ഒബാമയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ ഒരു ആളെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നാണ്. ഹാവ് യു ഹേർഡ് ഓഫ് ബരാക്ക് ഒബാമ. അവിടെ ഹിയർ ഓഫ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഹേർഡ് ഓഫ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി ഹാവ് യു ഹേർഡ് അബൌട്ട് ബരാക്ക് ഒബാമ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ പറ്റി റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസ് നിങ്ങൾക്കറിയോ എന്നാണ്. ഇപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി അറിയോ എന്നാണ്. അപ്പോൾ ഹാവ് യു ഹേർഡ് ഓഫ് ബരാക്ക് ഒബാമ എന്ന് ചോദിക്കുന്നതും ഹാവ് യു ഹേർഡ് അബൌട്ട് ബരാക്ക് ഒബാമ എന്ന് ചോദിക്കുന്നതും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇനി നമുക്ക് ഡ്രീം ഓഫ് നമ്മൾ പഠിച്ചു. ഡ്രീം ഓഫ് ആൻഡ് ഡ്രീം എബൌട്ട് ഉപയോഗിക്കാം.
ഇപ്പോൾ ഡ്രീം ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ഭാവിയിലെ പറ്റിയോ അല്ലെങ്കിൽ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവില്ലേ, അതിനെപ്പറ്റി നമ്മൾ ഡ്രീം ചെയ്യുന്നതാണ് ഡ്രീം ഓഫ്. അതേസമയം ഡ്രീം എബൌട്ട് എന്ന് പറയുമ്പോൾ രാത്രിയിൽ നമ്മൾ സ്വപ്നം കാണില്ലേ. ലാസ്റ്റ് നൈറ്റ് ഐ ഡ്രെംറ്റ് എബൌട്ട് വാച്ചിങ് TV വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് TV കാണുന്നത് ലാസ്റ്റ് നൈറ്റ് ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ അവിടെ ഡ്രീം എബൌട്ടാണ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് തിങ്ക് ഓഫ് നമ്മൾ പഠിച്ചു, അതേപോലെ തന്നെ തിങ്ക് എബൌട്ട് ഉപയോഗിക്കാം. തിങ്ക് ഓഫ്, ക്യാൻ യു തിങ്ക് ഓഫ് എ നമ്പർ ബിറ്റ്വീൻ 1 and 10 എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നത്, അങ്ങനെയുള്ളൊരു മീനിങ്ങും തിങ്ക് ഓഫിനുണ്ട്. തിങ്ക് എബൌട്ട് എന്ന് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി, ഇപ്പോൾ വാട്ട് ആർ യു തിങ്കിങ് എബൌട്ട്, ഒരാൾ കുറേ സമയമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രോസസ്സ് കുറച്ച് ലെങ്തിയാണ്. കുറേ സമയമായി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് നമുക്ക് ചോദിക്കാം വാട്ട് ആർ യു തിങ്കിങ് എബൌട്ട്. അപ്പോൾ തിങ്ക് എബൌട്ടാണ് അവിടെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരാളോടൊരു കാര്യം പറയുകയാണ്, അത് കഴിഞ്ഞിട്ട് വാട്ട് ഡു യു തിങ്ക് എബൌട്ട് ഇറ്റ്, നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. പിന്നെ തിങ്ക് ഓഫ് ഉപയോഗിക്കുന്നത് നമ്മൾ ബി കൺസിഡറേറ്റ്, പരിഗണിക്കുക, ഒരാളുടെ കാര്യം പരിഗണിക്കുക, അവരെ ഒന്ന് ശ്രദ്ധിക്കുക, പേ അറ്റൻഷൻ ടു എന്നുള്ള ഒരു മീനിങ്ങിലൊക്കെ തിങ്ക് ഓഫ് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, തിങ്ക് ഓഫ് ദ പുവർ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഔട്ട്ഡോഴ്സ് ഡ്യൂറിങ് ഹോട്ട് വെതർ. വല്ലാതെ ചൂടുള്ള ഒരു ക്ലൈമറ്റിൽ, ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ വർക്ക് ചെയ്യുന്ന വളരെ പാവപ്പെട്ട ആളുകളുടെ കാര്യം ഒന്ന് ചിന്തിക്കൂ. അവിടെ നമ്മൾ തിങ്ക് ഓഫ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തിങ്ക് ഓഫ് ഉപയോഗിക്കുന്നത് പലപ്പോഴും പേ അറ്റൻഷൻ ടു, റിമെമ്പർ, റിമൈൻഡ്, ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ എന്നൊക്കെയുള്ള മീനിങ്സിലാണ്. തിങ്ക് എബൌട്ട് എന്ന് പറയുമ്പോൾ പോണ്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചിരിക്കുക, അതാണ് തിങ്ക് എബൌട്ട്. ഇപ്പോൾ തിങ്ക് ഓഫ് ആൻഡ് തിങ്ക് എബൌട്ട് നമുക്ക് ഇൻ്റർചേഞ്ചബിളി ചില സന്ദർഭങ്ങളിലേക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ മനസ്സിൽ ഒരു ഐ ആം തിങ്കിങ് ഓഫ് യു എന്ന് പറഞ്ഞാലും ഐ ആം തിങ്കിങ് എബൌട്ട് യു എന്ന് പറഞ്ഞാലും രണ്ടും കറക്റ്റ് തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സിലൊരു പിക്ചറുണ്ട്, ഒരു മെൻ്റൽ പിക്ചറുണ്ട്. അപ്പോൾ നമുക്ക് തിങ്ക് ഓഫ് ഉപയോഗിക്കാം, തിങ്ക് എബൌട്ടും ഉപയോഗിക്കാം. ഇനി അടുത്ത ഒരു വേർബ് ആർഗ്യൂ, വാദിക്കുക, ആർഗ്യൂ എബൌട്ട്. ദേ ആർ ഓൾവേസ് ആർഗ്യൂയിങ് എബൌട്ട് മണി, പൈസയെപ്പറ്റി എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നു, ആർഗ്യൂ എബൌട്ട്. കെയർ എബൌട്ട്, ഐ കെയർ എബൌട്ട് യു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരാളുടെ കാര്യത്തിൽ ആ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോഴാണ് ഐ കെയർ എബൌട്ട് യു എന്ന് പറയുന്നത്. കെയർ എന്നതിൻ്റെ കൂടെ എബൌട്ട് ഉപയോഗിച്ചു. ഫൊർഗെറ്റ് എബൌട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മറക്കുന്നു. ഐ ടോട്ടലി ഫോർഗോട്ട് എബൌട്ട് ദ ടൈം വി വെൻറ്റ് ഫിഷിംഗ് ടുഗദർ. നമ്മൾ ഫിഷിങ്ങിന് ഒരുമിച്ച് പോയത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി. ടോക്ക് എബൌട്ട്, സംസാരിക്കുക. ടോക്ക് എന്ന വേർബിൻ്റെ കൂടെ എബൌട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ക്യാൻ യു ടോക്ക് എബൌട്ട് യുവർ കറൻറ്റ് ജോബ് പെർഫോമൻസ്, ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ജോലിയിലെ പെർഫോമൻസിനെ പറ്റി ഒന്ന് നിങ്ങൾക്ക് സംസാരിക്കാമോ. ക്യാൻ യു ടോക്ക് എബൌട്ട് യുവർ കറൻറ്റ് ജോബ് പെർഫോമൻസ്. വറി എബൌട്ട്, വറി ചെയ്തുകൊണ്ടിരിക്കുക, എന്തിനെ പറ്റിയെങ്കിലും. വറി എബൌട്ട്, ഐ ആം റിയലി വറീഡ് എബൌട്ട് ഹിം, ഞാൻ അവനെപ്പറ്റി എപ്പോഴും വറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ പ്രപ്പോസിഷൻ ഫ്രം, പ്രിവെൻറ്റ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക. ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയുന്നതിന് വേണ്ടി അവൻ ഡോർ ലോക്ക് ചെയ്തു. ഹീ ലോക്ക് ദ ഡോർ ടു പ്രിവെൻറ്റ് മീ ഫ്രം എൻറ്ററിങ് ദ ഹൗസ്, എന്നെ തടയുന്നതിന് വേണ്ടി. പ്രിവെൻറ്റ് മീ ഫ്രം. സഫർ ഫ്രം, ഹീ സഫറിങ് ഫ്രം ഫീവർ, സഫറിങ് ഫ്രം, അവൻ അസുഖം ബാധിച്ചിരിക്കുകയാണ് എന്നാണ് അവിടെ മീനിങ്. റിക്കവർ ഫ്രം, നമ്മുടെ റിക്കവർ ചെയ്യുക മീൻസ് നമ്മൾ വീണ്ടെടുക്കുക, നമ്മുടെ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കുമ്പോൾ നമ്മൾ റിക്കവർ ചെയ്തു എന്ന് പറയില്ലേ. ഹീ റിക്കവേർഡ് ഫ്രം ഹിസ് ഇൽനെസ്, അവൻ്റെ അസുഖത്തിൽ നിന്നും റിക്കവർ ആയി, അവൻ്റെ ആ അസുഖമൊക്കെ മാറി എന്നർത്ഥം. റിക്കവർ ഫ്രം. ബോറോ എന്നാൽ കടം വാങ്ങുക. ഐ ബോറോഡ് സം മണി ഫ്രം ഹിം, അവൻ്റെ കയ്യിൽ നിന്നും ഞാൻ കുറച്ച് പൈസ കടം വാങ്ങി. ബോറോ ഫ്രം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് പ്രപ്പോസിഷൻ ഫോർ, അപ്പോളജൈസ് ഫോർ. അപ്പോളജൈസ് ചെയ്യുക മീൻസ് ക്ഷമ ചോദിക്കുക. സേ സോറി ഫോർ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ. ഷീ അപ്പോളജൈസ്ഡ് ഫോർ കോളിംഗ് ഹിം, അവനെ വിളിച്ചതിന് അവൾ ക്ഷമ ചോദിച്ചു. അപ്പോളജൈസ്ഡ് ഫോർ. ഷീ സെഡ് സോറി ഫോർ കോളിംഗ് ഹിം എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി കെയർ ഫോർ,
കെയർ എന്നത് നമ്മൾ കെയർ എബൌട്ട് പഠിച്ചതാണ്. കെയർ ഫോർ എന്ന് പറയുമ്പോൾ എന്താണ്? കെയർ ഫോർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു. ഐ കെയർ ഫോർ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന മീനിങ് ആണ്. ദേ കെയർ ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഇനി അടുത്തത് വെയിറ്റ് ഫോർ. വെയിറ്റ് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള വേർഡാണ്. വെയിറ്റ് എന്ന് നമുക്ക് പറയാം. അത് ഒരാളോട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ് വെയിറ്റ്. പക്ഷേ അതല്ലാതെ പറയുമ്പോൾ വെയിറ്റ് എന്ന വേർബിൻ്റെ കൂടെ എപ്പോഴും ഫോർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദ ബസ് എന്ന് പറഞ്ഞാൽ ഞാൻ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഫോർ എന്ന പ്രപ്പോസിഷൻ വെയിറ്റ് എന്ന വേർബിൻ്റെ കൂടെ ഉപയോഗിച്ചു. അടുത്തത് ഡൈ ഫോർ. ഡൈ ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കില്ലേ, അവിടെയാണ് ഡൈ ഫോർ ഉപയോഗിക്കുന്നത്. ഡൈ എന്നാൽ മരിക്കുക. ഞാൻ അതിന് വേണ്ടി മരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും ആഗ്രഹമുണ്ട് അത് കിട്ടുന്നതിന് എന്നാണ്. ഐ ആം ഡൈയിങ് ഫോർ എ കപ്പ് ഓഫ് കോഫി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു കപ്പ് കാപ്പി കുടിച്ചാലേ പറ്റൂ, അത്രയ്ക്ക് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ ആം ഡൈയിങ് ഫോർ എ കപ്പ് ഓഫ് കോഫി. അപ്പോൾ ഡൈയിങ് ഫോർ എന്നതിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഇൻ എന്ന പ്രപ്പോസിഷൻ. സക്സീഡ് ഇൻ, വിജയിക്കുക, ഒരു കാര്യത്തിൽ വിജയിക്കുക എന്ന് പറയില്ലേ, അതാണ് സക്സീഡ് ഇൻ. ഷീ സക്സീഡഡ് ഇൻ ഗെറ്റിംഗ് എ ജോബ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹെർ യൂണിവേഴ്സിറ്റി. അവളുടെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് സംഭവിച്ചു? ഷീ സക്സീഡ് ഇൻ ഗെറ്റിംഗ് എ ജോബ്. അവൾ വിജയിച്ചു ഒരു കാര്യത്തിൽ. ഗെറ്റിംഗ് എ ജോബ്, ഒരു ജോബ് കിട്ടുന്ന കാര്യത്തിൽ. ബിലീവ് അറിയാം, വിശ്വസിക്കുക അല്ലേ. ഡു യു ബിലീവ് ഇൻ മാജിക്? നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ? റിസൾട്ട് ഇൻ, ദിസ് മിസ്റ്റേക്ക് റിസൾട്ടഡ് ഇൻ ദ ലോസ് ഓഫ് മില്യൺസ് ഓഫ് റുപ്പീസ്. ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ട് എന്ത് സംഭവിച്ചു? റിസൾട്ടഡ് ഇൻ ലോസ് സംഭവിച്ചു. ലോസ് ഓഫ് മില്യൺസ് ഓഫ് റുപ്പീസ്, ഒരുപാട് മില്യൺസ് ഓഫ് റുപ്പീസിൻ്റെ നഷ്ടം വന്നു. അപ്പോൾ അത് പരിണമിച്ചത് എന്നൊക്കെ പറയില്ലേ, റിസൾട്ടഡ് ഇൻ ദ ലോസ് ഓഫ് മില്യൺസ് ഓഫ് റുപ്പീസ്. ഇനി അടുത്ത പ്രപ്പോസിഷൻ ഓൺ. ഡിപ്പെൻഡ് ഓൺ, ആശ്രയിക്കുക. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വെതർ. അത് ആശ്രയിച്ചിരിക്കുന്നത് വെതറിനെയാണ്, ക്ലൈമറ്റിനെയാണ്, കാലാവസ്ഥയെയാണ്. റിലൈ ഓൺ, ഐ ആം റിലയിങ് ഓൺ എ ഗുഡ് റിസൾട്ട് ടു ഗെറ്റ് ഇൻ ടു യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് ആശ്രയിച്ചിരിക്കുന്നത് നല്ല ഒരു റിസൾട്ടിനെയാണ്. ആ റിസൾട്ട് അനുസരിച്ചിരിക്കും എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രവേശനം, അതല്ലെങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് എന്ന അർത്ഥമാണ് അവിടെ. ഇൻസിസ്റ്റ് ഓൺ മീൻസ് നിർബന്ധമായിട്ട് ഇങ്ങനെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. ഇൻസിസ്റ്റ് ഓൺ. ഷീ ഇൻസിസ്റ്റഡ് ഓൺ calling me every day even though I told her about it. ഞാൻ അതിനെപ്പറ്റി അവളോട് പറഞ്ഞെങ്കിൽ അവൾ പിന്നെയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അടുത്തത് വർക്ക് ഓൺ. ഐ ആം വർക്കിംഗ് ഓൺ എ ന്യൂ പ്രോജക്റ്റ്. ഞാനൊരു പുതിയ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വർക്കിംഗ് ഓൺ. കോൺസെൻട്രേറ്റ് ഓൺ. ട്രൈ ടു കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. കോൺസെൻട്രേറ്റ് ഓൺ. അടുത്ത പ്രപ്പോസിഷൻ ടു. ബിലോങ് ടു. ദോസ് തിങ്സ് ബിലോങ് ടു മീ. ആ സാധനങ്ങളൊക്കെ, ആ വസ്തുക്കളൊക്കെ എൻ്റേതാണ്. ദാറ്റ് ഹൗസ് ബിലോങ്സ് ടു ഹിം. ആ വീട് അവൻ്റേതാണ്. എക്സ്പ്ലെയിൻ ടു, വിശദമാക്കുക. ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് ടു മീ അഗെയിൻ? ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് അഗെയിൻ ടു മീ? ഒന്നുകൂടി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്നാണ്. എക്സ്പ്ലെയിൻ ടു ആണ് അവിടെ ഉപയോഗിക്കുന്നത്. എക്സ്പ്ലെയിൻ ടു മീ, എക്സ്പ്ലെയിൻ ടു ഹിം, അങ്ങനെ. അടുത്തത് ലിസൺ ടു. ലിസൺ എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ലിസൺ എന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതല്ലാതെ ഉപയോഗിക്കുമ്പോൾ ലിസൺ ടു എന്നാണ് ഉപയോഗിക്കുന്നത്. ഐ ആം ലിസണിങ് ടു മ്യൂസിക് റൈറ്റ് നൗ. ഞാനിപ്പോൾ മ്യൂസിക് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിസണിങ് ടു മ്യൂസിക്. എലൗ ടു, ഒരാളെ അനുവദിക്കുക എന്ന് പറയില്ല. എലൗ ടു ഡു സംതിങ്. ഇത് അനുവദിക്കുക എന്ന അർത്ഥത്തിൽ ലെറ്റ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അവിടെ ടു എന്ന പ്രപ്പോസിഷൻ്റെ ആവശ്യം ഇല്ല. ഹിസ് പേരൻസ് ഡിഡൻറ്റ് എലൗ ഹിം ടു ഡു ദാറ്റ്. അവൻ്റെ പേരൻസ് അത് ചെയ്യാൻ അവനെ അനുവദിച്ചില്ല. ഹിസ് പേരൻസ് ഡിഡൻറ്റ് എലൗ ഹിം ടു. അപ്പോൾ എലൗ ടു എന്നാണ് ഉപയോഗിച്ചത്. ഹിസ് പേരൻസ് ഡിഡൻറ്റ് ലെറ്റ് ഹിം ഡു എന്നാണ് അവിടെ മീനിങ്. അടുത്തത് അറ്റ് എന്ന പ്രപ്പോസിഷനാണ്. ലാഫ് അറ്റ്. വൈ ആർ യു ലാഫിങ് അറ്റ് മീ? എന്താണ് നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്നത്? ഒരു പരിഹസിക്കുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ ലാഫ് അറ്റ് ഉപയോഗിക്കുന്നത്. അടുത്തത് ലുക്ക് അറ്റ്. ലുക്ക് എന്ന് നമുക്ക് പറയാം, നോക്കൂ. പക്ഷേ അല്ലാതെ ഉപയോഗിക്കുമ്പോഴൊക്കെ ലുക്ക് അതിൻ്റെ കൂടെ അറ്റ് ഉപയോഗിക്കാം.
കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണത്. വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്? എന്താണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വൈ ആർ യു ലുക്കിംഗ് അറ്റ് മീ? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്മൈൽ അറ്റ്. ഷീ സ്മൈൽഡ് അറ്റ് ഹിം. വേറൊന്ന് വിങ്ക് അറ്റ്. ഹി വിങ്ക്ഡ് അറ്റ് ഹെർ. വിങ്ക് മീൻസ് കണ്ണിറുക്കുക എന്ന് പറയില്ലേ, ഹി വിങ്ക്ഡ് അറ്റ് ഹെർ. അതുപോലെ തന്നെ ഫ്രൗൺ. ഫ്രൗൺ എന്നാൽ നെറ്റി ചുളിക്കുക. ഹി ഫ്രൗണ്ട് അറ്റ് ഹെർ. ഷീ പോയിൻറ്റഡ് അറ്റ് ഹിം. നോക്കൂ, പോയിൻറ്റ് അറ്റ്, ഫ്രൗൺ അറ്റ്, സ്മൈൽ അറ്റ്, ലുക്ക് അറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചില വേർബ് ആൻഡ് പ്രപ്പോസിഷൻ കോമ്പിനേഷൻസ് പഠിച്ചു. ചില പ്രപ്പോസിഷൻസ് ചില വേർബിനോട് ചേർന്ന് വരുന്ന ചില കോമ്പിനേഷൻസ്. അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു.